ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹായ് പറയാൻ ഒരാളുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഹായ് ഒന്നും പറയുന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കൊല്ലത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ദേ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. അപ്പം നമ്മളത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. അപ്പോൾ ഒരാൾ ഉറക്കം വരുന്ന പോലെ അഭിനയിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അന്നേരം വീഡിയോ എടുത്തതാണ്. അപ്പോൾ കൊല്ലത്തൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം കുരിപ്പള്ളി വെച്ചാണ് കേട്ടോ എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. ആദ്യം അവരുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും കുരിപ്പള്ളി പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ ബ്രെഡ് ഓംലേറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും വേണമായിരുന്നു. ബ്രെഡ് ഓംലേറ്റ് വാങ്ങിച്ചപ്പോൾ 3 ബ്രെഡ് സെപ്പറേറ്റ്, ഒരു ഓംലേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആശാനാണെങ്കിൽ ഒരു ബ്രെഡ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഓടി. എന്നിട്ട് അവനത് കഴിച്ച ശേഷം നടക്കുകയായിരുന്നു. അവനങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഇതിൽ ബ്രെഡ് ഓംലേറ്റ് കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ഓംലേറ്റൊക്കെ കഴിച്ചിട്ട് ബസ്സിൽ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ ശരിക്കും ഒരു പേടി ഉണ്ടായിരുന്നു. കാര്യം മോൻ ഇടയ്ക്കിടയ്ക്കിനെ നേരത്തെയൊക്കെ ബസ്സിൽ കയറുമ്പോൾ വൊമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്തവണ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മൾ വെളുപ്പിന് 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, 5:15 അതിനും മുന്നേ ഇറങ്ങി 5:15 ട്രെയിനിന് വേണ്ടിയിട്ടും. അപ്പോൾ അവൻ നേരത്തെ ഉറക്കം എണീറ്റത് കൊണ്ട് തന്നെ അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് എൻഗേജ്മെൻറ്റ് നടക്കുന്ന വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത് കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങളത് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്നതും പിന്നെ ഫുഡ് കൊടുക്കുന്നതും എല്ലാം സെയിം ഹാളിലാണ്. പക്ഷേ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തോട്ട് അങ്ങനെയല്ല, ഫംഗ്ഷൻ സെപ്പറേറ്റ് പിന്നെ ഫുഡ് സെപ്പറേറ്റ് ആണ്. ഞാൻ ഈ കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കണ്ടതെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. ഫുഡും പ്രെയറും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട്. അതൊന്നും ഇവിടെ ഒരാൾ മൈൻഡാക്കുന്നുണ്ടായിരുന്നില്ല. അവന് വിശപ്പായിരുന്നു മുഖ്യം. കണ്ടോ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ആശാൻ സൈഡ് ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ. ഞങ്ങൾക്ക് വേഗം വീടെത്തണമായിരുന്നു. തിരിച്ചിട്ട് വനത്തോട്ട് വരണമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളതേ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത ചൂട്, അത്രയും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് തോന്നിയത് ആ ചൂട് കാരണം ഒരുപാട് ക്ഷീണിച്ച് പോയി. അത്രയും നല്ല ചൂടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. ആ ചൂട് കാരണം ക്ഷീണിച്ചു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കടയിൽ നിന്ന് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ട്രെയിനിൽ കയറി വൈകിട്ടുള്ള അനന്തപുരി ട്രെയിനിലായിരുന്നു കേട്ടോ തിരിച്ച് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് അവൻ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് അവൻ കയറിയിരുന്നു. അന്നേരം ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അവൻ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അവൻ ഉറങ്ങി. കാര്യം രാവിലത്തെ ക്ഷീണമുണ്ട്. രാവിലെ വെളുപ്പിന് 5 മണിക്ക് മുന്നേ എണീറ്റതായിരുന്നു. പിന്നീട് അവൻ ഉറങ്ങിയിട്ടില്ല. ബസ്സിലൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ ഇറങ്ങും, അന്നേരത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തും. അങ്ങനെ ഇരുന്നിട്ട് അവന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് അവൻ ട്രെയിനിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെയ്യാറ്റിൻകര ഇറങ്ങി. അവിടെ നിന്ന് ഒരു ലൈമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. നെയ്യാറ്റിൻകര ഇറങ്ങിയിട്ട് പിന്നെ ലൈം കുടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ലൈം കുടിച്ചത് പരശ്ശിക്കൽ പോയിട്ടാണ് കേട്ടോ. ഞങ്ങൾ വീട് എത്തിയിട്ട് പിന്നെയാണ് ലൈം കുടിക്കാൻ പോയത്. അങ്ങനെ ലൈമൊക്കെ കുടിച്ച് സന്തോഷമായി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.